ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വരൂ, അകത്തേക്ക് വരൂ. എല്ലാരും ഉണ്ടല്ലോ അല്ലേ ഇവിടെ? ആ, എല്ലാരും ഉണ്ട്. വരൂ, അകത്തേക്ക് വരൂ. ഇരിക്കൂ. വരൂ. വരണം കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു യശോദേ. പക്ഷേ വന്നിട്ട് പരസ്പരം എന്ത് പറയാനാ? പതുക്കെ പതുക്കെ എല്ലാം മറക്കാൻ ശ്രമിക്കുക. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? പ്രിയങ്കയ്ക്ക് വേണ്ടിയുള്ള ചടങ്ങുകൾ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. ഇല്ല, വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. നമസ്കാരം. തിരുമേനി ഇരിക്കൂ. ആരാ അങ്ങോട്ടും ഇങ്ങോട്ടും ഖേദം പറയേണ്ടതെന്ന് അറിയില്ല തിരുമേനി. വിധിയിൽ വിശ്വസിക്കുന്നവരാണല്ലോ നമ്മളൊക്കെ. ദൈവഹിതമായിട്ട് നമുക്കിതിനെ കാണാം, അല്ലേ? അതെ, ഓർമ്മ വെച്ച നാള് മുതല് ദൈവനാമം മാത്രമാണ് എന്റെ നാവില്. അതിൽ ഇതുവരെ കടുകിട വ്യത്യാസം വന്നിട്ടില്ല. ദൈവയിച്ഛയെ മറികടക്കാൻ നമുക്കാവില്ലല്ലോ. പോയവര് പോയി. ബാക്കിയുള്ളവർക്കും ജീവിച്ചല്ലേ പറ്റൂ. വീട്ടിലൊരു മരണം നടന്നു കഴിഞ്ഞാ സാധാരണ തിരുമേനിയുടെ ആൾക്കാരിങ്ങനെ പുറത്തിറങ്ങാറില്ലല്ലോ. വരേണ്ടി വന്നു. അത്രയും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. പത്മിനി എന്താ ഒന്നും സംസാരിക്കാത്ത? അമ്മയ്ക്ക് പ്രിയങ്കയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ബാക്കി എല്ലാരും അവളെ മറന്നാലും അമ്മയ്ക്ക് മറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എല്ലാവരോടായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. വരുണിന്റെ വിവാഹ ദിവസം വിവാഹ മണ്ഡപത്തിൽ വെച്ചൊരു അബദ്ധം പറ്റിയിരുന്നു. അതെന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം. അന്നേ ദിവസം തന്നെ ഞാനിത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും പ്രിയങ്ക വരുണിനോടൊപ്പം ഇങ്ങോട്ട് അയക്കില്ലായിരുന്നു.